ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ താനോസ് വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണോ? യെസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരാഴ്ച രണ്ടാഴ്ച വീഡിയോ ചെയ്തത് സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്, സമയമില്ലാത്തതുകൊണ്ടല്ല, അപ്പോ സാഹചര്യത്തിലേക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കണ്ടന്റ് കിട്ടില്ല, അതുകൊണ്ട് കണ്ടന്റ് കിട്ടിയപ്പോഴാണ് ഒരു വീഡിയോ കിട്ടില്ല, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വെച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതിന് മുമ്പേക്ക് ഒരു കാര്യം പറയാണ്ട്, ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ അതിന് മുമ്പേ ഒരു കാര്യം പറയാണ്ട്, അതായത് ഒരു കണ്ടന്റ് കേട്ടാണ് എത്ര പണിയാണ് ഒരാഴ്ച സമയത്ത് എന്തൊരു വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, പലർത്തും കിട്ടില്ല, എന്തൊരു വീഡിയോ ഒരു കണ്ടന്റ് ഇല്ല. പണ്ടൊക്കെ ഞാൻ കുക്കിങ്ങൊക്കെയാണ് വീഡിയോ ചെയ്തത്, എക്സ്പെരിമെന്റ് കുക്കിങ് ഒരുപാട് തരത്തിൽ വീഡിയോ ചെയ്തില്ല. പക്ഷെ അത് ഞാൻ ഇങ്ങനെ സ്വന്തം കണ്ടന്റ് അല്ല, സ്വന്തം കണ്ടന്റ് അല്ലേ. അങ്ങനെ ഞാൻ എന്താ പറയാ, പണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കഷ്ടപ്പെട്ട് എന്തോ ഒരു വീഡിയോ എക്സ്പെരിമെന്റ് ചെയ്ത്, അങ്ങനെ ഒരു പ്രശ്നം, എന്റെ ചാനലിൽ ഒരു തവണ സ്ട്രൈക്ക് വന്നു. സ്ട്രൈക്ക് യൂട്യൂബേഴ്സ് നമുക്ക് എന്താ അറിയാം, ഇനി 2 സ്ട്രൈക്ക് വന്നാൽ ചെറിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കണ്ടന്റ്, അതുകൊണ്ട് ഞാൻ കണ്ടന്റ് മാറ്റി, ഞാൻ ബ്ലോക്ക് ആക്കി, ഇത് ഇങ്ങനെ ഒരു വ്ളോഗ് ആക്കി വെച്ചതാണ്. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നു, അതിന് ശേഷം എനിക്ക് സ്ട്രൈക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യല്ലേ, എക്സ്പെരിമെന്റ് ഒക്കെ നിർത്തി. എക്സ്പെരിമെന്റ് പറഞ്ഞാൽ ഒരു പരിശ്രമം നിർത്തി, അതുകൊണ്ട് ഞാൻ പരിശ്രമം കിട്ടി. അതുകൊണ്ട് പരിശ്രമം അല്ല, എക്സ്പെരിമെന്റ്, ഓക്കെ, പഴം കിട്ടില്ല, എക്സ്പെരിമെന്റ്, ഓക്കെ, അതുകൊണ്ടൊക്കെ നിർത്തി. അതുകൊണ്ട് ഞാൻ വ്ളോഗായി മാറ്റി. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും സ്ട്രൈക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയ പേടി, ഇനി പോയാലോ ചാനൽ പോലും പേടി. അതുകൊണ്ട് ഞാൻ പുതിയ ചാനൽ ആക്കിച്ചു. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ഇല്ല ചാനൽ. അയ്യോ, യൂട്യൂബ് നോക്കുമ്പോ തന്നെ അയ്യോ, ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ കാണിച്ചു തരാം. അയ്യോ, നമ്മളെ തണൂസ് വ്ലോഗിന്റെ യൂട്യൂബ് ചാനലിൽ പോവാം. ഇതാണല്ലോ എന്റെ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനൽ ഇതാണ്, 2.79k സബ്സ്ക്രൈബേഴ്സ്. ഇതെങ്ങനെ പോയാൽ കിട്ടാൽ ഹോമിൽ പോവാ, ഇത് വീഡിയോസ് പോവാ, ഹോമിൽ ഉണ്ടാവും. എന്റെ പേജ് പോയിട്ട് ഹോം ഉണ്ടാവും, ഹോമിൽ പോയിട്ട് ഇങ്ങനെ പോയാൽ മതി. ഇവിടെ കാണാം എന്റെ ചാനൽ, രണ്ടാമത്തെ ചാനൽ, മൈ സെക്കൻഡ് ചാനൽ. ആകെ 58 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. വീഡിയോസ് അങ്ങനെ വിട്ടിട്ടില്ല, ആറ് വീഡിയോസ് ഇട്ടുള്ളൂ, ഷോർട്ട് വീഡിയോസ് ഇട്ടുള്ളൂ. അത് പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ചാനലിന്റെ പേര് തണൂസ് വ്ലോഗ് ഓഫീസിലാണ്, രണ്ടാമത്തെ ചാനലിന്റെ പേര്. എല്ലാം സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാം. ഇപ്പത്തെ ചാനലിന്റെ പേര് തണൂസ് വ്ലോഗ് ആണ്. വെറുതെ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ പോയാലോ ആണ്, വെറുതെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. അത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, കുറച്ചുള്ളൂ. ഇപ്പത്തെ ചാനലിൽ ഇപ്പോൾ 2.79 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ്. ന്യൂസ് ഒക്കെ ഉണ്ട് ഇപ്പത്തെ ചാനലിൽ, കുഴപ്പമില്ല, 100 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അല്ല, ന്യൂസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ ന്യൂസ് ഒക്കെ കാക്കൾ കാണില്ലേ. ഒരു പ്രശ്നമുള്ളൂ, ന്യൂസ് കൂട്ടി ലൈറ്റ് കാര്യമില്ല. പക്ഷെ ലൈക്ക് അടിക്കാനാണ് ഏറ്റവും പ്രശ്നം. ലൈക്കൊക്കെ കുറച്ച് കുറവാണ്, ഇപ്പത്തെ. ഇപ്പൊ എന്താണില്ല, ലൈക്ക് കുറവാണ്. ഷോർട്ട് വീഡിയോ ഒക്കെ കുറച്ച് പത്തുള്ളൂ, ലൈക്ക് കുറച്ചുള്ളൂ. പക്ഷെ വീഡിയോസ് ലൈക്ക് കുറവാണ്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടിങ് ഉറപ്പായിട്ടാണ് കേട്ടോ. ഇതില്ലാതെ ലൈക്ക് അടിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്നെന്താ വെച്ചാല്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാല്, യെസ്, ഇങ്ങനൊരു കണ്ടന്റ് കിട്ടിയതാണ്. അപ്പം ഒന്ന് കമന്റ് വായിക്കില്ല പരിപാടി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്, ഇതിൽ വായിക്കില്ല പരിപാടി. അവിടെ ഇൻസ്റ്റാഗ്രാമില് ഞാനൊരു ടാങ്സ് കളിച്ചിട്ട്, ഒരു അടിപൊളി ടാങ്സ്, ഞാൻ ടാങ്സ് കളിച്ചിട്ട് 8,60,60,000 പേരെ കണ്ട്, 8,60,000 പേരെ കണ്ട്. അതിൽ 25,000 ലൈക്ക് കിട്ടി, ഒരുപാട് കമന്റ് വന്നിന്, ഒരുപാട് കമന്റ് വായിക്കുക. നമുക്ക് ഞാൻ പാട്ട് 3 ലക്ഷം വ്യൂസും, അതായത് 5,000 ലൈക്കും ഒരുപാട് വന്നു. പിന്നെ വേറെ വീഡിയോ ചെയ്തതിന് അതിൽ പാട്ടൊന്നല്ല, 9,10,000 ന്യൂസും 1,16,000 ലൈക്കും കിട്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാം തണൂസ് വ്ലോഗ്. പിന്നെ ഒരുപാട് ആളെ ചോദിച്ചിനി ഞാൻ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമില് ആളും ഫോളോ ചെയ്തത്. ഞാൻ ഇപ്പൊ ആളും ഫോളോ ചെയ്യാതെ, എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാതെ? എനിക്കിങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ ആള് ഫോളോ ചെയ്യില്ല. ഞാൻ ലൈക്ക് അടിക്കലും മാത്രമുള്ളൂ, പക്ഷെ ഞാൻ ഫോളോ ചെയ്യില്ല. കാരണം വെച്ചാല് വലിയ ശില്പത്തി ആയിക്കൊണ്ടാണോ? അതുകൊണ്ടല്ല. ഞാൻ പണ്ട് തന്നെ ഒരു വർഷത്തിന് മുമ്പ്, 2 വർഷത്തിന് മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം വാങ്ങി, തൻവീർ ആസ്ക് ബി വാങ്ങി.
അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഫോളോ ചെയ്ത് അതിൽ ആരും ഫോളോസ് ചെയ്ത് ആ ചാനലിൽ പോയി എങ്ങനെയാ വെച്ചാല് ഞാൻ എല്ലാവരും ഫോളോ ചെയ്ത് കൊണ്ടേന്റെ കാണാനൊക്കെ ഫോളോ ചെയ്ത് ഇതൊക്കെ ഫോളോവേഴ്സ് അങ്ങനെ കൂടുന്നുണ്ട് അതുകൊണ്ട് 7,000 8,000 ഫോളോ ചെയ്ത് ചില എന്താ എത്ര പേരെ ഫോളോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഫോളോവേഴ്സ് കൂടാൻ വേണ്ടിയാണ് ചാനൽ ഇൻസ്റ്റാഗ്രാം പോകുന്നു ഇൻസ്റ്റാഗ്രാം ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് പോകാറുണ്ട് ചെറിയ പണി കിട്ടു പറഞ്ഞേ അപ്പോ ഞാൻ പണി കിട്ടില്ല പറഞ്ഞു എങ്ങനെ ഞാൻ പറഞ്ഞു എന്നാലും അങ്ങനെ ഫോളോ ചെയ്യുന്നു ഫോളോവേഴ്സ് കൂടെ എനിക്ക് ഫോളോവേഴ്സ് കൂടുന്നു അതുകൊണ്ട് പറഞ്ഞു അൺഫോളോ ചെയ്യാം പക്ഷെ ഞാൻ അൺഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ അൺഫോളോ കുറയുന്നില്ല പക്ഷെ കൂടാണ് ഇത്ര പണി എന്റെ പോകുന്നില്ല അങ്ങനെ പോയി ഇൻസ്റ്റാഗ്രാം ഒത്തിരിക്ക് കണ്ണ് തുറക്കുമ്പോ തന്നെ എന്തൊക്കെ ഒരു ട്രൈ ആക്കി നോക്കുമ്പോ പാസ്വേഡ് അയക്കുമ്പോ ചേഞ്ച് പാസ്വേഡ് അയക്കുമ്പോ ഒന്നും കിട്ടില്ല പോയി ചോന്ന് പോയിട്ട് ഇൻസ്റ്റാഗ്രാം പോയി അങ്ങനെ ഞാൻ രണ്ടാമത്തെ തുടങ്ങിയപ്പോ അതും പോയി മൂന്നാമത്തെ തുടങ്ങിയപ്പോ അതും പോയി നാലാമത്തെ പോയി പാസ്വേഡ് ഒക്കെ മറന്നുപോയി ഒക്കെ പോയി അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞാൻ ഒറ്റ തീരുമാനം ഈ ഇൻസ്റ്റാഗ്രാം തനൂസ് വ്ലോഗ് എന്നൊരു പേരെടുത്ത് അങ്ങനെ യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഇനി ഇത് ഈ ചാനൽ അല്ല ഈ ഇൻസ്റ്റാഗ്രാം ഞാൻ ഫോളോ ചെയ്യില്ല ഒറ്റ തീരുമാനത്തെ എന്നിട്ട് തുടങ്ങിയപ്പോ 100 ഫോളോ ചെയ്ത് താഴ്ക്കും കൊച്ചു ക്രോസ് 100 ആക്കി അതിന് ശേഷം ഞാൻ ഫോളോ നിർത്തി അൺഫോളോ ആക്കി 0 ആൻഡ് ഫസ്റ്റ് 3 പേരെ മാത്രമേ ഫോളോ ചെയ്തു ഞാൻ 6 പേരെ ഫോളോ ചെയ്തിന് സോ അങ്ങനെ ഞാൻ എന്ത് തീരുമാനിച്ചു ഞാൻ ആളെ ഫോളോ ചെയ്യില്ല കാരണം വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പോകും ഇത്രയും ആക്കിന് വരും 6 മാത്രമേ ഫോളോ ചെയ്യില്ല 10 ആക്കിയപ്പോ വരാണ് അപ്പൊ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തില്ല നീ ഫോളോ ചെയ്ത് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യില്ല കാരണം വെച്ചാൽ ഞാൻ വലിയൊരു സെലിബ്രിറ്റി ഇല്ല അതുകൊണ്ട് ഞാൻ ആളെ ഫോളോ ചെയ്യില്ല അത്ര വലിയൊരു സെലിബ്രിറ്റി ഒന്നല്ല ചെറുതായിട്ടൊരു സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിന് തനൂസ്ലോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്റെ പ്രൊഫൈൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഇതാണ് ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ 1403 ഫോളോവേഴ്സ് ആളെയും ഫോളോയിങ് അപ്പോ ഇന്നത്തെ പരിപാടി നമ്മൾ കമാൻഡ് വായിക്കില്ല സമയത്തെ പോക്കില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോ കോക്കായങ്കാലിൽ വീഡിയോ ചെയ്ത് അപ്പൊ നമ്മൾ താനൂസ് ബ്ലോക്കിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താനൂസ് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഫോളോ ചെയ്യുക കേട്ടോ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യില്ല അപ്പൊ നമ്മളെ ഒരുപാട് സന്തോഷം വാർത്ത വന്നിരുന്നു കേട്ടോ നമ്മളെ യൂട്യൂബർ അല്ല നമ്മളെ ചാനലിൽ ഒരുപാട് യൂട്യൂബേഴ്സ് കാണുന്നുണ്ട് ഒരുപാട് പല യൂട്യൂബേഴ്സ് കാണുന്നുണ്ട് ഏറെ യൂട്യൂബേഴ്സ് വെച്ചാൽ നമ്മളെ കുറെ യൂട്യൂബേഴ്സ് കാണുന്നുണ്ട് കേട്ടോ പേര് ഞാൻ പറയാം അതുപോലെ ഒരുപാട് സന്തോഷം നമ്മളെ വീഡിയോസ് ഗൾഫിനോട് കാണുന്നുണ്ട് ബാങ്കോന്ന് കാണുന്നുണ്ട് പിന്നെ എന്റെ ഈ കാസർഗോഡുകാർ കാണുന്നുണ്ട് പിന്നെ എറണാകുളത്ത് നിന്നും കാണുന്നുണ്ട് കുറെ ആൾക്കാർ അതിന്റെ വീഡിയോസ് കാണുന്നുണ്ട് കമന്റ് വന്നിട്ടോ ലൈവിലൊക്കെ കമന്റ് എത്തിനി പക്ഷേ ഷോർട്ട് വീഡിയോ ഒക്കെ കമന്റ് എത്തിനി നമുക്ക് വായിച്ചു നോക്കാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വായിച്ചു നോക്കാം ഇൻസ്റ്റാഗ്രാമില് 8,70,000 ന്യൂസ് നമുക്ക് ചാൻസ് ചെയ്യാം അത് നമുക്ക് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഗൈസ് 9,10,000 ന്യൂസ് ഓക്കെ ഗൈസ് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ബാംഗ്ലൂരിന് തൃശ്ശൂരിന് ഒരുപാട് ഞാൻ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് ഗൾഫിലോ കാണുന്നുണ്ട് മുംബൈയിൽ കാണുന്നതൊക്കെ ഉണ്ട് ഒരു കുറെ യൂട്യൂബർമാരൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് പിന്നെ ഒരുപാട് ആൾക്കാർ സിനിമ അഭിനയിക്കാൻ പേരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തത് നമ്മളെ കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ കുറെ യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തേ വേറെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കമന്റ് ഉണ്ടോ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാം അപ്പൊ അവിടെ പടക്കം പൊട്ടാൻ വിഷുവായിട്ട് പടക്കം പൊട്ടാണ് പടക്കം പൊട്ടാനും നമുക്ക് വായിച്ചു നോക്കാം കമന്റ് ഉണ്ട് ഒരുപാട് കോമഡി കമന്റ് ആക്കാം അത്ര നല്ല കമന്റ് മാത്രമേ വായിക്കുള്ളൂ കേട്ടോ പഴയ കമന്റ് പിന്നെ കുറെ ആൾക്കാര് നമുക്ക് വായിച്ചു നോക്കാം ഇത് 8,62,000 പേര് ഈ വീഡിയോ കേട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും വൈറലായില്ലേക്കാ 21,600 ലൈക്ക് പിന്നെ എത്ര ന്യൂസ് 8,62,000 ന്യൂസ് 4,855 കമന്റ് നമുക്ക് നേരെ വീണ്ടും നമുക്ക് കമന്റ് വെച്ചേക്കാം ഒരുപാട് ഓക്കെ ഗൈസ് നമ്മളെ ഗൈസ് കഴിവുണ്ടോ പൊളി താങ്ക്സ് ബ്രോ ഓക്കെ എടാ ഒരു മര്യാദ ഒക്കെ വേണം ഒരു ഭാര്യനെ അപമാനിക്കുമ്പോൾ യെസ് അപമാനിക്കണം ഓക്കെ ഗൈസ് കഴിവല്ല കൈവരിയാവണം
എന്തൊക്കെയാ പറയുന്നത്. വണ്ടിയിൽ ആളുമില്ലാതെ നന്നായി, അല്ലെങ്കിൽ സൈക്കിളും കേട്ട് കയറ്റി ഇറങ്ങി തീർത്തേനെ. ഓക്കെ, അമ്മാനെ അത് ഓഫ് ചെയ്യും. ആഫ്റ്റർ കമ്പ്യൂട്ടർ ഓക്കെ ഗൈസ്. പിന്നെ ഒരു കമന്റ് ഉണ്ട്, കണ്ട് പഠിക്ക്. യെസ്, ഇന്നെ കണ്ട് പഠിക്കാൻ ഒരുപാട് കമന്റ് ഉണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയാ, ലൈക്ക് ആട് ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്. യെസ്, ഞാൻ ആ ഡാൻസ് കാറിന് മുമ്പിൽ ആ ഡാൻസ് കളിച്ചു ഒരു 20 സെക്കൻഡ്. അത് വെറുതെ ഒരു ഡാൻസ് കളിച്ച, അത് ഈ ഡാൻസിന്റെ പേര് വെറുതെ ഒരു ഡാൻസിന്റെ പേര്. അത് ഞാൻ ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് ഡാൻസാ വെറുതെ ഡാൻസ് വെച്ച് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ രാവിലെ നോക്കുമ്പോ 200, രാത്രി നോക്കുമ്പോ 500 ഉള്ളു, രാവിലെ നോക്കുമ്പോ 1000 ആയി. ഇങ്ങനെ വന്നപ്പോ 100 ആയിക്കോ 500 ആയിക്കോ എത്തി. അങ്ങനെ ഒരു 2 ദിവസം 30,000 ന്യൂസോ 1000 2000 പാറ്റണം ഒരു ലക്ഷം 2 ദിവസം 3 ദിവസം ന്യൂസ്. കമന്റ് വന്നപ്പോ അയ്യോ, ഒരു പാട്ടിന്റെ പേരെന്താണ്, ഒരു പാട്ടിന്റെ പേരാണ്. പിന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് വായിക്കില്ല, ഒരുപാട് ചോദ്യങ്ങളൊന്നും, അത് നമുക്ക് നേരെ വിളിക്കുമ്പോ. പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്നത്, അതാ ഞാൻ വീഡിയോ ചെയ്യുന്ന വെച്ചാല് ക്യാമറ കൊണ്ടാണ്. ഏത് ക്യാമറ എന്ന് വെച്ചാൽ കോപ്പർ ക്യാമറ ഒന്നല്ല, ഫോണിലുള്ളത്തെ ക്യാമറ കൊണ്ടാണ് ചെയ്യുന്നത്. സോ ക്യാമറ ഒന്നുമില്ല, ഫോൺ കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഫോണിന്റെ ഉള്ളത്തെ ക്യാമറ കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നൊക്കെ ആണ് ചെയ്യുന്നത്. വീഡിയോ ഒക്കെ എഡിറ്റിംഗ് ചെയ്യുന്നൊക്കെ ഞാൻ തന്നെയാണ് മക്കളെ. ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ എഡിറ്റിംഗ് ചെയ്യുന്നൊക്കെയാണ്. തബ്നെയിലൊക്കെ വെക്കണൊക്കെ ഞാൻ തന്നെയാണ്. തബ്നെയിലും ഫോട്ടോ ഒക്കെ എടുത്തത് ഏത് ആപ്പിലാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റിംഗ് ചെയ്താണ് ഞാൻ എഡിറ്റിംഗ് ചെയ്യേണ്ടത് യു കട്ട ആപ്പാണ്. യു കട്ട ആപ്പിലാണ് വീഡിയോ എടുത്തത്. നല്ല അടിപൊളി ആപ്പാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനൊരു ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പറ്റി കഴിയുന്നില്ല. സോ നല്ല ആപ്പാണ് യു കട്ട, അടിപൊളി ആപ്പാണ്. സോ ഇൻസോർട്ടിന്റെ അടിപൊളി ആപ്പ് കേട്ടോ. ഇൻസോർട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ അടിപൊളിയാണ് ഇൻസോർട്ട്. പക്ഷെ ഇൻസോർട്ട് ചെറിയ പ്രശ്നമുള്ളൂ, ഇൻസോർട്ട് പേര് കാണിക്കുന്നുള്ളൂ, പക്ഷെ ഒഴിവാക്കാൻ കഴിയും. അത് പൈസ കൊടുത്താലേ ഒഴിവാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ചെറിയ എഡിറ്റിംഗ് ചെയ്യാൻ നല്ല പൈസ വെക്കണം. ആ പൈസ കൊടുത്താൽ നമുക്ക് എല്ലാം നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സുഖം. അത് മാസത്തിൽ കൊല്ലത്തിൽ പൈസ വെക്കണം. സോ അത് കൊടുത്ത ഞാൻ അങ്ങനെ പൈസ കൊടുത്ത് എഡിറ്റിംഗ് ചെയ്യുന്നില്ല, ഞാനിങ്ങനെ ഒത്തിരി ഫ്രീ ആയിട്ട് എഡിറ്റിംഗ് ചെയ്യാനാണ്. ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ അത്ര പോരല്ലേ. ഇപ്പൊ എഡിറ്റിംഗ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ ഇപ്പൊ വീഡിയോ ഇപ്പൊ ഫോണിൽ കൂടെ ഇങ്ങനെ വാട്സപ്പിലും ഗൂഗിളും ഇൻസ്റ്റാഗ്രാമൊക്കെ സംസാരിച്ചാൽ മതി. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക് 2 മിനിറ്റ് കൊണ്ട് ഒരു മെസ്സേജ് തരും. നമുക്ക് വീഡിയോ ആയിട്ട് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ചെയ്ത് തരും. കാര്യം മാറി മക്കളെ. ഇപ്പൊ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്ന കഷ്ടപ്പാടിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വീഡിയോ കൂടെ നമുക്ക് എഡിറ്റ് ചെയ്ത് തരും. ഞാനൊന്നും ചെയ്യാല്ല, അങ്ങനെ ഇത് തരാം. ചെറിയ പൈസ വെക്കണം, കാല് മതി. എഡിറ്റിംഗ് ഇപ്പം സിമ്പിളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാനൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോട്ടോ ഞാൻ ഏത് ആപ്പിൽ വെച്ചാൽ പോലീസ് അല്ല, POLISH പോലീസ്, ഒരു അടിപൊളി ആപ്പാണ്. തബ്നെയിലൊക്കെ മറ്റേ അടിപൊളി ആപ്പാണ്. നമുക്ക് പല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും അതുപോലെ വാട്സപ്പും പറ്റിയ യൂട്യൂബിൽ പറ്റിയ അടിപൊളി ഫോട്ടോ എഡിറ്റ് ചെയ്യാനും നമുക്ക് നോട്ടീസ് ഉണ്ടാക്കാനും അതുപോലെ ഒരുപാട് തരത്തിലും എഡിറ്റിംഗ് ചെയ്യാൻ സുഖമാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനും ഒരുപാട് തരത്തിലും നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനെങ്കിലും പരസ്യം ചെയ്യാനും വേണ്ടി അടിപൊളി ഡിസൈനിങ്ങും ടെസ്റ്റ് ഒക്കെ ആക്കാൻ അടിപൊളി ആപ്പാണ് പോലീസ്. അടിപൊളി ഞാൻ എന്തുകൊണ്ട് ചെയ്യാറ്, അടിപൊളി ആപ്പാണ്. പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എഡിറ്റിംഗ് ചെയ്യാൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നല്ല ഫോണിൽ അയക്കണം എന്നുള്ളൂ. ഫോട്ടോ എഡിറ്റിംഗ് നല്ല ഫോണിൽ എഡിറ്റ് ചെയ്താലേ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ കൈൻ മാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ അടിപൊളിയാണ്. പക്ഷേ കൈൻ മാസ്റ്റർ ചെറിയ പ്രശ്നമുള്ളൂ, കുറെ സമയം എടുക്കും. കൈൻ മാസ്റ്റർ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയില്ല, ചെയ്യാൻ അറിയാം, പക്ഷെ കുറെ സമയം എടുക്കും. അതാണ് പ്രശ്നം. കൈൻ മാസ്റ്റർ കുറച്ച് പണിയാണ്, കുറെ സമയം എടുക്കും. പക്ഷെ സിമ്പിൾ ആപ്പ് എന്ന് വെച്ചാൽ ഇൻസോർട്ടും യുക്കത്താണ്. ഞാൻ യുക്കത്തിലിപ്പോൾ എല്ലാം എഡിറ്റിംഗ് ചെയ്യും, സുഖമാണ് യുക്കത്തിലൊക്കെ. അടിപൊളി ആപ്പാണ് യുക്കത്തം ഇൻസോർട്ടൊക്കെ. പക്ഷേ ഇൻസോർട്ടിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ യുക്കത്ത് അടിപൊളിയാണ്, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ യുക്കത്തെല്ലാം വീഡിയോ എഡിറ്റിംഗ് തരാം, അടിപൊളി ആപ്പാണ്. അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എഡിറ്റിംഗിൽ പോളിഷ് അടിപൊളി ആപ്പാണ്. പിന്നെ എങ്ങനെയാണിപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത്, വീഡിയോ തരുമ്പോൾ എന്താണ് തിരിച്ചപ്പോൾ എടുത്ത് തരും, അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ല. അതൊക്കെ വേണ്ടി ഞാനൊരു സ്റ്റാൻഡ് വൈകി 2 സ്റ്റാൻഡ് ഉണ്ട്, ഇപ്പം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇതാണ് മക്കളെ. ഇതിപ്പോ ലൈറ്റ് ആട്ടോ, ലൈറ്റ് ഇത് അടിപൊളി ലൈറ്റാണ്. ഇതിന്റെ ലൈറ്റ് ആണ് പണ്ട് വാങ്ങിയതാണ്.
ഇപ്പോഴത്തെ ഉപയോഗിക്കില്ല. അയ്യോ അയ്യോ ഗൈസ്, ഇത് ലൈറ്റാണ് കേട്ടോ, ഞാൻ പണ്ട് വാങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചുകൊണ്ട് ആക്കിയതാണ്. 2 ലൈറ്റും കൂടി വേണം കുറച്ച് വെളിച്ചത്തിന്. രാവിലെ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചം ഉണ്ടാകാം, സൺലൈറ്റ്. ഓക്കെ, അതൊരു ലൈറ്റാണ്. പണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിന്, നമ്മളതിപ്പോൾ എക്കറിപ്പന്നെ വാങ്ങിയതായി നമ്മളെ 11 സിയാങ്ങാണ്ട് നമ്മളെ കൈതക്കൊണ്ടില്ലേ, കൈതക്കൊണ്ട് കഴിഞ്ഞാൽ എക്കരപ്പടി കൈതക്കൊണ്ട് കഴിഞ്ഞാൽ എക്കരപ്പടി എക്കരപ്പടി ഓക്കെ ഓക്കെ തെറ്റിയില്ല. എക്കരപ്പടി അറിയില്ല, എക്കരപ്പടി ഒന്ന് വാങ്ങിയതാണ്. സോ കൊണ്ടോട്ടി പോയിട്ടും ഒന്നും കിട്ടിയില്ല. ഒരുപാട് പേര് പോയിട്ട് കിട്ടിയില്ല. പക്ഷെ എക്കരപ്പടി ചെറിയ പേര് പോയപ്പം ഒരു ചെറിയ കടയാണ് ഒന്ന് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഈ സ്റ്റാൻഡ് നമ്മൾ വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ നാമണത്തക്കട ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളി സ്റ്റാൻഡാണ്. അതുപോലെ നമുക്ക് റിമോട്ടർ ബ്ലൂടൂത്ത് ഇതിപ്പോ ഞാൻ മൈക്കൂടെ സംസാരിക്കണം. മൈക്കൂടെ സംസാരിച്ചാൽ ഓർത്തിണ്ടാ. ഇത് ഞാനേ യൂട്യൂബേഴ്സിന് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വേണേ. ഇതിപ്പോ ഇതെന്താ വെച്ചാല് റിമോട്ട്. ഇപ്പൊ ഞാൻ റിമോട്ട് ഓൺ ആക്കിയില്ല, എന്താ വെച്ചാൽ ഞാൻ ഓഫ് ആക്കിയില്ല. ഇത് നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആക്കാനും കഴിയുക, അടിപൊളി ഓഫ് ആക്കാം. ഇതിപ്പോ നമ്മളെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. നമ്മൾ ഓൺ ആക്കിയാൽ ബാറ്ററി ഇടണം. ഇങ്ങനെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയാൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും നമ്മൾ തൂത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഫോട്ടോ എത്തുകയോ ഓട്ടോമാറ്റിക്കായി. ഇതിന്റെ സ്റ്റാൻഡേർഡ് കിട്ടണം. അടിപൊളി ഇതാണ് കേട്ടോ. യൂട്യൂബേഴ്സിനും ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്നവർക്ക് അടിപൊളി ഇതാണ്. സപ്പോർട്ട് ഇല്ലെങ്കിലൊക്കെ കഴിവുണ്ടെങ്കിൽ ആക്കിയാലും ഫോട്ടോ കിട്ടി ഇങ്ങനെ അടിപൊളി ഇതാണ്. നമുക്ക് സെൽഫി എടുക്കാനും വീഡിയോ ചെയ്യാനും അടിപൊളി സംഭവമാണ്. ഈ സ്റ്റാൻഡ് ഞാൻ വീഡിയോ ഫോൺ സ്റ്റാൻഡ് നല്ല ഉറപ്പാണ് കേട്ടോ, നല്ല ഇതാണ്. ഇതിപ്പോ വാങ്ങിയിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് 2 മാസമായി, ഒരു 1.5 മാസം 2 മാസമായി, 3 മാസം ആയിട്ടുണ്ടാവും വാങ്ങിയിട്ട്. പിന്നെ ഒരുപാട് ഒരുപാട് കട ചെയ്തിട്ടുണ്ടല്ലോ. ബുക്ക് ഉണ്ടാക്കിയിട്ടില്ല, ചിലപ്പം ചെയ്യൂ, ഉറപ്പൊന്നുമില്ല. കട കുറച്ചും കൂടെ ശരിയാക്കാണ്ട് ഒരു കട ചെയ്തതാണ്. കടന്റെ പേര് എന്ന് വെച്ചാൽ ലഹറിന്റെ അടിമ. പേരും മാറ്റണം, പക്ഷെ കട ലഹരിന്റെ കുറിച്ചിട്ടാണ് ഞാൻ കട ചെയ്തത്. ഞാനൊരു കട ഇരുന്ന ആളാണ്. അത്ര കട ഇരുന്ന ആളല്ല, പക്ഷെ അങ്ങനെ ഇരുന്ന ആളെന്നല്ല, കുറച്ച് താഴത്തൊക്കെ ഇരും. ബുക്കിന്റെ പേര് ലഹരിന്റെ കുറിച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. ലഹരിന്റെ കുറിച്ച് അത് അടിമയെത്തി ഒരുപാട് പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ ഒരു കടയാക്കി, ഒരുപാട് തരത്തിൽ കടയാക്കി ഒരു കട ഇരുന്ന്. ബുക്കിന്റെ പേര് ലഹരിന്റെ അടിമയാണ്. പക്ഷെ ബുക്കിന്റെ പേര് ചിലപ്പോൾ മാറ്റണം വിചാരിക്കുന്നത്. ബുക്ക് ആക്കിയില്ല, കുറച്ചും ചെയ്യും. ഇൻസ്റ്റാളാണ്, നമുക്ക് നോക്കാം. ചിലപ്പോൾ ചെയ്യും, ഉറപ്പൊന്നുമില്ല. സമയം ചെയ്യുന്നെങ്കിൽ ചെയ്യും. കട എഴുതി കഴിഞ്ഞാൽ കുറച്ച് ഒന്നും കൂടി ശരിയാക്കാണ്ട് എന്നാണ് എനിക്ക് പറയാറ്. അപ്പം ചിലയൊക്കെ കട കൊടുത്തിന്. അപ്പൊ കട വെച്ചപ്പോൾ കടയൊക്കെ നന്നായിട്ടുണ്ട്, കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഇടണം, ഒന്നും കൂടി ശരിയാക്കണം പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ശരിയാക്കണം. പിന്നെ വെച്ചാല് ആ കട 3-4 കടയിരുന്നു. 3 കട ഏരിയയില് ഒരുപാട് തരത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരുപാട് തരത്തിൽ കടയാണ്. ഇങ്ങനൊരു കടങ്ങ ഇടാൻ നോക്കാണ്. സമയം ഉണ്ടെങ്കിലും നോക്കാം ഗൈസ്. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1 കിട്ടാണ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഒരുപാട് തരത്തിൽ കമന്റ് ചെയ്യും. ഒരു സന്തോഷം എന്നൊരു കമന്റ് വെച്ചാല് ഞാൻ ബിഗ് ഫാൻസ് ആണ്. ഞാൻ ഒരുപാട് തരത്തിൽ പോകുമ്പോ ഞാൻ ചെയ്യാൻ കണ്ട് ഞാൻ പുലിക്കൾ പോകുമ്പോ ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോകാറില്ലേ, ഞാൻ പുറത്തൊക്കെ അങ്ങനെ അത്ര പോകാനില്ല. പക്ഷെ ഞാൻ പുലിക്കൾക്ക്, സിയാങ്കണ്ടം, എക്കപ്പടി, രാമണതക്കള, ഫോളോക്ക്, പേട്ട, അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അയച്ചില്ല സ്ഥലത്തൊക്കെ പോവും. ഈ ആവശ്യത്തിനൊക്കെ പോവും. പിന്നെ പലതരത്തിലൊക്കെ പോവും, ആവശ്യത്തിനൊക്കെ പോവും കേട്ടോ. പുലിക്കള് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുലിക്കളും അതുപോലെ കൊണ്ടോട്ടി, പിന്നെ ലാമത്തക്കട, ഫോളോക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ പറയാനുള്ള വെച്ചാല് ഞാൻ പുലിക്ക് പോയിപ്പോ ഒരു സ്ഥലത്ത് പരിപാടി പോയപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ലൈക്ക് ഉണ്ട്. ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്, എല്ലാ വീഡിയോസ് കാണുന്നുണ്ട്. വളരെ സന്തോഷമായി. ഞാൻ പെരുമ്പത്തെ ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ പപ്പൻ്റെ പേര് പേരിയമ്പലത്താണ്. എൻ്റെ പപ്പൻ്റെ പേര്, എൻ്റെ ഉമ്മൻ്റെ അപ്പൻ്റെ പേര് പേരിയമ്പലത്ത്, ചെറിയ പേരുണ്ട്. ഞാൻ പണ്ട് വീഡിയോ ചെയ്തിന്. അപ്പോൾ അവിടെ ഇങ്ങനെ വത്തങ്ങ നിൽക്കില്ല, കസവടത്തിൽ നിൽക്കില്ല, അവിടെ പേര് വത്തങ്ങ ഇരിക്കും. ചില സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പോയി വത്തങ്ങ സമയം ഇല്ലാത്തതുകൊണ്ട് വത്തയെ ബോറൊക്കെ വെച്ചിട്ട് വത്ത പോയി ഇരിക്കും. അപ്പൊ ഇങ്ങനെ പോയിക്കുമ്പോ അന്ന് ഞാൻ പെരുന്നാളിന് തന്നെ പോയപ്പോ കുപ്പായം എന്തോ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോയി. കുപ്പായം എന്തോ ആക്കാനും പോയി. കുപ്പായം ഈ ദൃശ്യത്തില്ലേ കുപ്പായം എന്തോ ചെയ്യാണ്ടിനി, മാറ്റാണ്ടിനി. അപ്പൊ ഞാൻ പോയപ്പം തണ്ണൂർ അല്ലേ? യെസ്, ഞാൻ തണ്ണൂർ ആണ്. ഞാൻ വീഡിയോസ് എപ്പോഴും കാണുന്നുണ്ട്, ബിഗ് ഫാൻസ്. ഒരുപാട് സന്തോഷമുണ്ട്. ചാനലൊക്കെ പലതരത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ സമയത്തെ പോക്കില്ല, ഒരുപാട് കമന്റ് വന്നിരുന്നു. കമന്റ് വായിച്ചിന്, കമന്റ് മനസ്സിന് കൂടെ
യൂട്യൂബും ഫേസ്ബുക്കിലും ഒരുപാട് വന്നിന്. ഫേസ്ബുക്കിൽ കമന്റ് വെച്ചാൽ ഓക്കെ ഗൈസ്, നിനക്ക് വട്ടാണോ? എനിക്ക് വട്ടമൊന്നുമില്ല ഗൈസ്. ചില ആൾക്കാരെ വായിക്കും എനിക്ക് സുഖമില്ലേ, എനിക്ക് സുഖമില്ലാത്തൊന്നുമില്ല, എനിക്ക് സുഖമുണ്ട്. ചില എനിക്ക് വട്ടും തോന്നി, എനിക്ക് വട്ടോ അങ്ങനെ പരിപാടിയൊന്നുമില്ല, നല്ല മനുഷ്യനാ. പിന്നെ കളിയാക്കണമെങ്കിൽ കളിയാക്കട്ടെ, കളിയാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ കളിയാക്കാനോട് കളിയാക്കും. സോ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞുകൊണ്ടേക്ക് അത് നമ്മൾ താന്ന് കഴിഞ്ഞിട്ടൊരു കാര്യമില്ല. ഒന്ന് ഊർജ്ജമായിട്ട് നല്ല പോസിറ്റീവായി ഇരിക്കണം, അല്ലാതെ നെഗറ്റീവ് പറഞ്ഞിട്ട് മനസ്സിലാക്കില്ല. നമ്മൾ ഈ ഒരാൾ കളിയാക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഒരാൾ കളിയാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കളിക്കില്ലെങ്കിൽ നമ്മൾ ഒരാളെ കളിയാക്കണ്ടോ ഒന്ന് പറഞ്ഞു നോക്കുക, മിണ്ടത് ഇങ്ങനെ സ്ട്രോങ് ആയിരിക്കുക, ഇവിടെ സമയം എടുക്കും. അതായത് സമയം ഉണ്ടാവും, സമയം ഉണ്ടാവും. ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ്സറാണ്, ഒരു സ്പീക്കർ ഇൻഷാല്ലാ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം. മോട്ടിവേഷൻ അതായത് സൈക്കോളജി തെറാപ്പിയാണ് സ്പീക്കിംഗ്, മോട്ടിവേഷൻ സ്പീക്കർ അവൻ്റെ ഏറ്റവും ആഗ്രഹം. ഇൻഷാല്ലാ ആവുമെന്നാണ് വിചാരിക്കണം. അപ്പം നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനത്തിലും ദുഹയിലൊക്കെ വേണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും വേണം കേട്ടോ. ചിലപ്പോൾ ആവില്ല. അപ്പോൾ മോട്ടിവേഷൻ ആവാൻ ലാസ്റ്റ് എനിക്ക് ഫുള്ളും മോട്ടിവേഷനൊക്കെ അറിയാം. പക്ഷെ ഇവിടെയാണ് മനസ്സിലുള്ളത് എന്താ സംഭവം, എങ്ങനെ ശരിയാക്കണം, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. അത്രയും നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല എനിക്കറിയാം. സോ മോട്ടിവേഷൻ ഒക്കെ ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മോട്ടിവേഷൻ ആവാനാണ് ഏറ്റവും ആഗ്രഹം. ചിലപ്പോൾ ആവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ട് നടത്തും. അപ്പോൾ നമ്മുടെ ചാനൽ താനൂസ് വ്ലോഗ് 2.79K സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ന്യൂസ് കുറച്ച് കുറവാണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ കൂടി വരുന്നുണ്ട്. ലൈക്കാണ് കൂടുതൽ കുറവ്, അതെനിക്ക് സങ്കടമുള്ള കാര്യമാണ്. ലൈക്കാണ് എനിക്ക് ഏറ്റവും കുറവുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ചോദിച്ചു, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് ഇവിടെ, സ്ഥലം എവിടെയാണ്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒന്നും കൂടി പറയുകയാണ്, എൻ്റെ വീട് വൈദ്യങ്ങാടി, അല്ലാതെ കോഴിക്കോട് ജില്ലയിലെ ലാമണത്തക്കര വൈദ്യങ്ങാടിയാണ്. അതേപോലെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ നടുവിലാണ്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിൻ്റെ നടുവിലാണ്. അത്ര കോഴിക്കോട് ജില്ലയിലാണ്, പക്ഷേ മലപ്പുറം വൈദ്യങ്ങാടി കഴിഞ്ഞ 11 ജില്ലയിൽ 11 സ്ഥലത്ത് മലപ്പുറം ജില്ലയും വൈദ്യങ്ങാടിയും കോഴിക്കോട് ജില്ലയാണ്. അപ്പം രണ്ടും പറയാം, കോഴിക്കോട് ജില്ല പറയാം, മലപ്പുറം ജില്ല പറയാം. സോ കോഴിക്കോട് ജില്ലയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. സോ നാട്ടിൽ പോയ നാട്ടിലൊക്കെ ഞാനിപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് 100 പേരുണ്ടാവും നാട്ടിലൊക്കെ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഒരുപാടൊക്കെ ഗൾഫിലും അതുകൂടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകും. കോഴിക്കോടിലും എറണാകുളത്തും മലപ്പുറത്തും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ മാത്രമേ എനിക്ക് നിങ്ങളെ അറിയുള്ളൂ, നിങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എൻ്റെ വീട് ഇപ്പോഴാണ്, എൻ്റെ വീട് അങ്ങനെ പേരൊക്കെ പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് തരത്തിൽ കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. പിന്നെ ലൈവിലൊക്കെ കാണുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ എന്നെ പേര് കഴിക്കുന്നുണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട്. അറിയാത്തവരോ ഇല്ല, എല്ലാവർക്കും അറിയാം, ചിലർക്ക് അറിയാത്തവരുണ്ടുള്ളൂ. പക്ഷേ ലൈക്ക് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള 14 ലൈക്ക് ആയി. അതേപോലെ തന്നെ 21,000 ലൈക്കും അതുപോലെ തന്നെ 5,000 ലൈക്കും ആയിക്കൊണ്ടിരിക്കുക. സപ്പോർട്ട് വേണം. യൂട്യൂബിൽ ഒന്നും കൂടി ഉഷാറാവാനാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും കൂടി നിങ്ങളെ സപ്പോർട്ട് ആവണം. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ഫോണുണ്ടോ അത്ര ഫോൺ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കണ്ടന്റ് വീഡിയോ ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര ഫോണുണ്ടോ അത്ര ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫോണിലാണോ ആരുടെ ഫോണിലാണോ എന്ന് വെച്ചാൽ എനിക്ക് ഫോണൊന്നും ഇല്ല. എൻ്റെ ഇപ്പൻ്റെ ഫോൺ കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഇൻഷാല്ലാ 2 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ ഫോൺ വാങ്ങും. ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ വാങ്ങില്ല. അടിപൊളി ഫോൺ വാങ്ങും. 2 വർഷം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ ഫോൺ വാങ്ങും. ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ വാങ്ങില്ല, ചിലപ്പോൾ വാങ്ങും. അപ്പോൾ കുഴപ്പമില്ലാത്ത വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫോണാണ്. ഐഫോണിൽ എടുക്കണേ, ഐഫോൺ എസിലാണ്. ഇപ്പോൾ ഐഫോൺ എസിൽ ഇപ്പോൾ ചെറിയ പ്രശ്നമായി വന്നത്. ഐഫോണിലൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ പറ്റില്ല. ഐഫോൺ എസിൽ ഹവേലി HOUWA എല്ലാ ഫോണിലാണോ എന്നല്ല, ചില ഫോണിലൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. അതായത് ഐഫോൺ എസ് ചില ഫോണിലൊക്കെ ഗൂഗിൾ പേ ഒക്കെ പോയി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ വന്നതുള്ളത്.
അപ്പോൾ ഈ ഫോണിലൊക്കെ ഗൂഗിൾ പേ ഒക്കെ പോയി, എൻ്റെ എൻ്റെ ഫോണിലൊക്കെ ഗൂഗിൾ പേ പോയി. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ ഗൂഗിൾ പേ പോയോ ചോദിച്ചാലൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തോ. ഐഫോൺ എസ് ഒക്കെ ഗൂഗിൾ പേ ഒക്കെ പോയി. അപ്പം പറയുന്നത് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ തണുസ് വ്ലോഗ് ഓഫീസിൽ സബ്സ്ക്രൈബ് ചെയ്തോ, അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഈ ഫോണിൻ്റെ നമ്മുടെ ഫോണാണ്. ഈ വീഡിയോ ഉള്ളത് എൻ്റെ ഫോണിലാണ്. എനിക്ക് ചെറിയ ഫോണുണ്ട്, ഒരു നോക്കിയ ഫോണാണ്. നോക്കിയ ഫോൺ, അത് ചെറിയ പണ്ടത്തെ ഫോണാണ്. കണ്ടുപോയി അതാ കുറച്ച് വെളിച്ച കുറഞ്ഞു. കണ്ടുവന്നു ലേറ്റ് പോയി, കാരണം ലേറ്റ് ഇതായിപ്പോയി. ഒന്നും ഓണായിക്കാം ഒന്നും കൂടി കളർ മാറ്റാം. ഈ ലൈറ്റിൽ നമുക്ക് കളർ മാറ്റാൻ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ജോലി വന്നതിനും ഞാൻ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എനിക്ക് പോകാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഇതൊക്കെ വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഒരു സ്പീക്കർ ആവുകയാണെങ്കിൽ ഏറ്റവും ആകണം. ഒരു സൗണ്ട് മിമിക്രി യുവർ ഫേമസ് അവരാണ്, ഒരു പ്രാക്ടീസിലാണ്, ഒരു അവനാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ കളിയാക്കിക്കോട്ടെ. ചില കളിയാക്കണം മാത്രമേ അറിയാലൂ. കളിയാക്കലൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ കണ്ടുപോയി എന്താ കണ്ടുപോയി കളിക്കാണല്ലോ. കണ്ടുവരിക പോവുക, അതൊന്നും കണ്ടുവരിക. പണ്ട് ഞാൻ LKG പഠിക്കുമ്പോ ചേർന്നപ്പോ ഇല്ലേ, കണ്ടുപോവുക വരിക പോവുക വരിക, കണ്ടുപോവുക വരിക. അതെപ്പോഴാണ് ഇപ്പൊ എനിക്ക് ഓർക്കാൻ വന്നത്. പണ്ട് അതുപോലെ കണ്ടുപോവുക വരിക പോവുക വരിക. അപ്പൊ ആ ലൈറ്റ് ഇപ്പൊ ഓഫായി പോയി. അതുകൊണ്ട് ഇപ്പൊ ഈ ലൈറ്റ് സൺലൈറ്റ് പോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ അയ്യോ കണ്ടുപോയി. അതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ പറയാം, സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റുവിൽ കാണാം. ബൈ സി യു. ഓക്കെ, അപ്പോൾ അറ്റുവിൽ കാണാം. ബൈ സി യു. ഓക്കെ, അറ്റുവിൽ കാണാം. ബൈ സി യു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സമയം എത്രയും വെച്ചാൽ 2:45 ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് വിഷു ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് ഏപ്രിൽ 16 സമയം 2:45. ഇന്നത്തെ വീഡിയോ ഒരു 5 മണി 6 മണിയാകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യും. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നെറ്റ് ഉണ്ടെങ്കിലേ മാത്രമേ പുള്ളിയോട് ചെയ്യാൻ കഴിയുള്ളൂ. സോ 30 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ വീഡിയോ 500 MB 300 MB ആവും. അപ്പോൾ നെറ്റ് വർക്കിംഗ് മാത്രം ഉണ്ടെങ്കിൽ 5 മണിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യും. എഡിറ്റിംഗ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ലൈക്കോ 2 ലൈക്കോ 10 ലൈക്കോ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ വിജയിക്കില്ല. അപ്പൊ അത്തിയുടെ കാണാം, അത്തി വീഡിയോ ആണ്. അപ്പൊ അത്തിയുടെ വീഡിയോ ഒരു വ്ളോഗായിട്ട് വന്നെങ്കിൽ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാണ്. നമുക്കൊരു വെറൈറ്റി വീഡിയോ നമുക്ക് ചെയ്ത് തുടങ്ങിയാണ്. കണ്ടന്റ് മാറ്റാൻ പോവുകയാണ്. അപ്പോ വാച്ച് ടൈം കുറച്ച് കൂടുണ്ട്. നമ്മൾ വാച്ച് ടൈം 4000 മണിക്കൂറാവുന്നതാണ് യൂട്യൂബില് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ 1100 മണിക്കൂറായിരുന്നു വാച്ച് ടൈം. അതായത് 2,40,000 മിനിറ്റ് ആവണം. 60 മിനിറ്റ് ഇപ്പം നമുക്ക് ഇത്ര മിനിറ്റ് ഉല്ലസത്തിൽ ഇത്ര മിനിറ്റ് കിട്ടിന്. ഇനി 2,40,000 പേര് ഉല്ലസത്തിന് മിനിറ്റും കാണണം. നാളെ വാച്ച് ടൈമൊക്കെ മോണിറ്റൈസിനൊക്കെ ആവുമല്ലോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് സ്കിപ്പ് ചെയ്യാൻ കാണാം. അപ്പം നടത്തി വീഡിയോ കാണാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും രസം. അപ്പം അത്തിവിയിലെ കാണാം. അത്തിവിയിലൂടെ കിറ്റുകാച്ച വീഡിയോ ഒരുപാട് പരിപാടികൾ പ്രോഗ്രാമോ ഒരുപാട് പരിപാടി കൊണ്ടിരിക്കും. ചിലപ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തിയൊരു കിറ്റുകാച്ച വീഡിയോ അപ്പോൾ അത്തിവിയിൽ കാണാം. ചിലപ്പോൾ 10 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ വരെ കാണാം. ചിലപ്പോൾ നാളെ കാണാം, ചിലപ്പോൾ പിറ്റേന്ന് കാണാം. അപ്പോൾ അത്തിവിയിൽ കാണാം. അതിന് തണൂസ് വ്ലോഗ് ഫേസ്ബുക്ക് ഫോളോ, യൂട്യൂബ് സബ്സ്ക്രൈബ്, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിക്കണം. അത്തിവിയിൽ കാണാം. ബൈ. അപ്പോൾ അത്തിവിയിൽ കാണാം. ബൈ. ഓക്കെ, അത്തിവിയിൽ കാണാം. ബൈ സി യു. ഓക്കെ, ആൻഡ് തനൂസ് വ്ലോഗ് ബൈ സി യു. അപ്പോൾ അത്തിവിയിൽ കാണാം. ബൈ. അതൊരു വീഡിയോ കിറ്റുകാച്ച വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്തിവിയിൽ കാണാം. ബൈ. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് കണ്ടുപോയി കളിക്കുക. കണ്ടുപോകാത്ത കണ്ടുപോയി കളിക്കുകയാണ്. എന്താ അറിയില്ല. നമ്മളെ ഇതൊക്കെയാണ്. ഇതാണ് നമ്മളെ സൺലൈറ്റ്. ഇപ്പൊ ഞാനൊക്കെ കൊണ്ട് കൈസിന്റെ സമ്മാനാണ്. അപ്പൊ അത്തിയിൽ കാണാത്ത കുറച്ച് ഓവറായി പോയോ ഒരു സംശയം. ഓവറായില്ലല്ലോ. കൈസ് ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ഇങ്ങനെ കടിഞ്ഞു കളിക്കേണ്ടതെന്ന്. ലേറ്റ് കുറച്ച് ഇതായി പോയി, കണ്ടുപോയിപ്പോ ഇതിങ്ങനെ മിഞ്ഞ് കളിക്കാണ്. വിളിച്ച കുറച്ച് കുറഞ്ഞി. അപ്പൊ അത്തിയിൽ കാണാം. ബൈ. തനൂസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിക്കാം. കുറച്ച് ഓവറായില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം,
ലൈക്ക് അടിച്ച് ഇപ്പോൾ സബ്സ്ക്രൈബ് കാണാം. ബൈ ബൈ, സി യു. Okay, Thanos.